ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ല കിടിലൻ ചിക്കൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക്, ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനെ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ കൊണ്ട് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് എല്ലാം ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ട് തേങ്ങയിൽ നിന്നും 1/4 ഭാഗത്തോളം തേങ്ങ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നല്ല ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾ ഈ തേങ്ങനെ വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 മുറിച്ച് വെച്ചിട്ടുള്ള സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് നേരത്തെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയിലേക്ക് 5 അല്ലി ചതച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഇടിക്കലിലിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വാടി വരുമ്പം കുറച്ച് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുറിച്ച് വെച്ചിട്ട് തക്കാളി, പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചിക്കൻ വേവിച്ച് വെച്ച ചിക്കൻ എല്ലാം കളഞ്ഞ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ കൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളിത് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പോലെ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തോരൻ്റെ അകത്ത് കുരുമുളകിൻ്റെയും പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിൻ്റെയും ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ അവസാനമായിട്ട് കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ തോരൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തോരൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടം. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ.